യുദ്ധത്തിനിടയിൽ തകർന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയ അവരെ കാത്തിരുന്നത് വിശന്ന് വലഞ്ഞ നൂറുകണക്കിന് സ്രാവുകളായിരുന്നു. അവർ അറിഞ്ഞിരുന്നില്ല അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരുന്നുവെന്ന്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം യുദ്ധക്കപ്പലുകൾ തകർന്ന് കടലിൽ മുങ്ങിപ്പോയതായി നമുക്ക് കാണാം. പക്ഷെ അതിൽ USS ഇൻഡ്യാനാപോളിസ് എന്ന കപ്പലിന്റെ കഥ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം മറ്റ് കപ്പലുകളിലൊക്കെ ഉണ്ടായിരുന്ന സൈനികർ എതിരാളികളുടെ ബോംബുകളുടെയും അതുപോലെ തന്നെ വെടിയുണ്ടകളെയൊക്കെയാണ് നേരിടേണ്ടി വന്നിരുന്നതെങ്കിൽ ഈ കപ്പലിലെ സൈനികരുടെ അവസ്ഥ നരകതുല്യമായിരുന്നു. കാരണം യുദ്ധത്തിനിടയിൽ തകർന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയ അവരെ കാത്തിരുന്നത് വിശന്ന് വലഞ്ഞ നൂറുകണക്കിന് സ്രാവുകളായിരുന്നു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരവും ക്രൂരവുമായ സ്രാവാക്രമണമെന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ജപ്പാൻ എന്ന രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ലോകത്തിലെ തന്നെ ആദ്യത്തെ അണുബോംബുമായി പോയ കപ്പൽ എങ്ങനെയാണ് ഒരു ശ്മശാനമായി തിരിച്ചു വന്നത്? നടുക്കടലിലെ ആ 4 ദിവസത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. 1945 ജൂലൈ മാസം രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുന്ന സമയം USS ഇൻഡ്യാനാപോളിസ് എന്ന ഒരു പടുകൂറ്റൻ കപ്പലിന് വളരെ പ്രധാനപ്പെട്ടതും അതിലേറെ രഹസ്യവുമായ ഒരു ദൗത്യം ലഭിച്ചു. ജപ്പാനിലെ ഹിരോഷിമയിൽ ഇടാൻ വേണ്ടി നിർമ്മിക്കുന്ന ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ചില ഭാഗങ്ങൾ ടിനിയൻ എന്ന ദ്വീപിൽ എത്തിക്കുക എന്നതായിരുന്നു ആ ഒരു ദൗത്യം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പലിലുണ്ടായിരുന്ന ഭൂരിഭാഗം സൈനികർക്കും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ കപ്പലിൽ എന്താണ് ആ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു. അത്രത്തോളം രഹസ്യമായിരുന്നു ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ ജൂലൈ 26-ന് ആ ഒരു ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഫിലിപ്പൈൻസിനെ ലക്ഷ്യമാക്കി കപ്പൽ യാത്ര തുടങ്ങി. പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരുന്നുവെന്ന്. ജൂലൈ 30 അർദ്ധരാത്രി, വളരെ ശാന്തമായ കടൽ. പക്ഷെ ആ ഒരു ഇരുണ്ട കടലിൽ ഇവരെയും കാത്ത് ജപ്പാനിൻ്റെ ഒരു സബ്മറൈൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 2 കൂറ്റൻ മിസൈലുകൾ കപ്പലിൽ വന്ന് തുളച്ചു കയറി. വെറും 12 മിനിറ്റുകൾക്കുള്ളിൽ ആ പടുകൂറ്റൻ കപ്പലും അതിലുണ്ടായിരുന്ന മുഴുവൻ സൈനികരും കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. ആകെ 1195 പേരായിരുന്നു ആ ഒരു കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 300ഓളം പേർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ബാക്കി വരുന്ന 900ഓളം വരുന്ന സൈനികർ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ കടലിലേക്ക് എടുത്തു ചാടി. കയ്യിലുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റുകളുടെ സഹായത്തോടെ അവർ ആ രാത്രിയെ അതിജീവിച്ചു. പക്ഷേ നേരം വെളുത്തപ്പോഴാണ് അവർ ആ സത്യം തിരിച്ചറിയുന്നത്. ആ ഒരു സ്ഫോടനത്തിൽ ചിന്നിച്ചെതറിയ സൈനികരുടെ രക്തത്തിൻ്റെ മണം പിടിച്ചെത്തിയ നൂറുകണക്കിന് സ്രാവുകളെയാണ് അവർ പിന്നീട് കണ്ടത്. അതും ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഓഷ്യാനിക് വൈറ്റ് ടിപ്പ് എന്ന ഇനത്തിൽപ്പെടുന്ന കൊലയാളി സ്രാവുകൾ. ആദ്യ ദിവസത്തിൽ മരിച്ചവരുടെ ശരീരത്തെയാണ് സ്രാവുകൾ തിന്നു തീർത്തതെങ്കിൽ പിന്നീട് അവയുടെ ഇര എന്ന് പറയുന്നത് ജീവനോടെ കടലിലേക്ക് എടുത്തു ചാടിയ ആ ബാക്കി വരുന്ന സൈനികരായിരുന്നു. എങ്ങനെയും സർവൈവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആ സൈനികർ കൂട്ടം ചേർന്ന് നിന്ന് കാലിട്ടടിക്കുകയും കഴിയുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കിയുമൊക്കെ സ്രാവുകളെ പിന്തിരിയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ 4 പുറത്തു നിന്നും സ്രാവുകൾ വളഞ്ഞ അവർക്ക് എത്ര നേരം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? സൈനികരിൽ ഓരോരുത്തരെയായി സ്രാവുകൾ കടിച്ചു കീറാൻ തുടങ്ങി. സ്രാവുകളെ കൂടാതെ കടുത്ത വെയിലും ദാഹവുമായിരുന്നു അവർ നേരിട്ടിരുന്ന മറ്റൊരു പ്രതിസന്ധി. കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് പലർക്കും പ്രാന്ത് പിടിച്ച അവസ്ഥയായി. അവരുടെ ഭയം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുണ്ടായിരുന്ന സൈനികരെ വരെ പലർക്കും സ്രാവുകളായി തോന്നി തുടങ്ങിയിരുന്നു. 4 ദിവസമായിട്ടും ആരും തന്നെ ഇവരെ തിരഞ്ഞെത്തിയില്ല. കാരണം ഈ കപ്പലിൽ നടന്ന ദുരന്തം ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ കപ്പൽ ഫിലിപ്പൈൻസിൽ എത്തേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് നേവിയിലെ ആരും തന്നെ അതൊരു ഗൗരവമായി എടുത്തില്ല എന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പിഴവായിരുന്നു. അങ്ങനെ ഈ ഒരു ദുരന്തം നടന്ന് 4ാമത്തെ ദിവസം ഏതാണ്ട് രാവിലെ 10:30-ഓടെ പെട്രോളിങ്ങിന് പോയ ഒരു പൈലറ്റാണ് വളരെ യാദൃശ്ചികമായി കടലിൽ എണ്ണപ്പാടുകൾ കാണുന്നത്. അയാൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്താണ് സ്രാവുകൾക്ക് നടുവിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടത്. ഉടനെ തന്നെ ഈ വിവരം അയാൾ നേവിയിലേക്ക് എത്തിച്ചു. തുടർന്ന് രക്ഷാപ്രവർത്തകരെത്തി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയ 900ഓളം വരുന്ന സൈനികരിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും 316 പേർ മാത്രമായിരുന്നു. ആ ഒരു 4 ദിവസത്തിനിടയിൽ 600ഓളം സൈനികരെ സ്രാവുകൾ കീറി മുറിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ദുരന്തത്തിന് ശേഷം അന്നത്തെ ആ ഒരു കപ്പലിലെ ക്യാപ്റ്റനായിരുന്ന ചാൾസ് മക്കോയ്ക്കെതിരെ വലിയ അന്വേഷണങ്ങൾ നടന്നിരുന്നു. കപ്പൽ മുങ്ങാൻ കാരണം അദ്ദേഹത്തിന്റെ അശ്രദ്ധയാണെന്ന് ആരോപിച്ചുകൊണ്ട് നേവി അദ്ദേഹത്തെ
കോർട്ട് മാർഷൽ ചെയ്തു. ഇതിനുവേണ്ടി അന്നത്തെ ആ ഒരു ജപ്പാനീസ് സബ്മറൈനിന്റെ കമാൻഡറെ വരെ അവർ സാക്ഷിയാക്കി. മാത്രമല്ല, ഒരു കപ്പൽ മുങ്ങിയതിന്റെ പേരിൽ നേവിയിൽ വിചാരണ ചെയ്യപ്പെട്ട ഏക ക്യാപ്റ്റൻ ആയിരുന്നു ചാൾസ് മക്കേ. ഈ ഒരു ഇൻസിഡന്റിനെ തുടർന്നായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം 1968 ചാൾസ് ആത്മഹത്യ ചെയ്തു. എന്നാൽ ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷം 2000 വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുട്ടി നടത്തിയ ഒരു ഗവേഷണത്തിൽ ഇയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും US കോൺഗ്രസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. USS ഇൻഡ്യാനാപോളിസിന്റെ കഥ ഒരേ സമയം സർവൈവലിന്റെയും അതുപോലെ തന്നെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുടെയുമാണ്. കടലിലെ ആ ഒരു 4 ദിവസങ്ങൾ ഇന്നും US നേവിയുടെ ചരിത്രത്തിലെ ഉണങ്ങാത്തൊരു മുറിവ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കൂടി കാണുക. ഒരു നാടിന്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ ഒരു രാക്ഷസ കരടിയുടെ റിയൽ സ്റ്റോറിയാണിത്. ഇത് ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.